അല്ല ഗൈസ്, യൂട്യൂബിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഗൈസ് ഇവിടെ പറയുന്നത്. ഇഫ് യു ലൈക്ക് മൈ കണ്ടൻറ്റ് പ്ലീസ് ഡൊണേറ്റ്. ഞാൻ യൂട്യൂബിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് $100 ആയിട്ടുണ്ട്. പക്ഷേ പൈസ കയ്യിൽ കിട്ടിയിട്ടില്ല. അക്കൗണ്ടിലേക്ക് സെപ്റ്റംബർ 21 ആകുമ്പോഴൊക്കെയാണ് കയറുക. എനിക്കതുവരെ മുന്നോട്ട് പോകാൻ പൈസ ഇല്ല ഗൈസ്. വേറെ കുറേ കാര്യങ്ങളുണ്ട് എൻ്റെ ലൈഫിലെ. വളരെ വളരെ വലിയൊരു മാറ്റമാണ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പം എനിക്കൊരു അർജൻറ്റ് ഫണ്ട്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കണം. വലിയ 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 രീതിയിലുള്ള പ്രഷറുണ്ട്. നമ്മൾ ലൈഫിൽ ഗുണം പിടിക്കൂല, നന്നാവൂല, ഫെയിലിയർ ആവും, അട്ടർ ഫെയിലിയർ ആണ് എന്നും മുദ്രവെത്തുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ ജീവിക്കാനുള്ള നെട്ടോട്ടമാണ് ഗൈസ്. എൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞ് എൻ്റെ ലൈഫിലെ മൊത്തത്തിൽ വലിയൊരു മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന പ്രഷർ ഭീകരമാണ്. എന്തായാലും ഓണം മൂഞ്ചിപ്പോവും, കാരണം കയ്യിൽ പൈസ ഇല്ല. നമ്മൾ നമ്മുടേതായ കുറേ കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ക്രാഫ്റ്റ്, എൻ്റെ പുസ്തകങ്ങൾ ഒക്കെ ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ ആളുകളിലേക്ക് എത്താൻ, കണക്റ്റ് ആവാനൊക്കെ വളരെ പാടാണ്. അങ്ങനെ ഒരു സംഭവമുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ. അതേപോലെ തന്നെ എൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്, അതേപോലെ തന്നെ വടംവലി സംഗതികൾ, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി സമയം കണ്ടെത്താനും ഇതിലൊക്കെ ഫോക്കസ് ചെയ്യാനും ഇതുമായിട്ട് മുന്നോട്ട് പോകാനും ഒക്കെ സംഭവമൊക്കെ ടൈമായി. നമ്മൾ ഈ സാധനം എക്സിക്യൂട്ട് ചെയ്തിട്ട് ടൈമായി. അത് പലതും അവിടെ കൂടി തുടങ്ങി വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ബേസിക് ഫണ്ട്സും സാധനങ്ങളൊക്കെ ഇതിൽ ഈ റേസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അത്രയേ ഉള്ളൂ. എന്തായാലും എനിക്ക് തോന്നുന്നത് നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കൂല എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ. അവരുടെ മുന്നിൽ നമുക്ക് സാധിക്കും എന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ വിജയത്തിൻ്റെ മാത്രം കാര്യമില്ല. അത് ആളുകളെ എന്താ പറയുക, ഇനി വരുന്ന ആളുകൾക്ക്. ഇപ്പോൾ എനിക്ക് ഭാവിയിലൊരു കുട്ടി ഉണ്ടാവുന്ന സമയത്ത് എൻ്റെ പപ്പ ഒത്തിരി മൂഞ്ചി തിരിഞ്ഞ് നടന്നൊരു മനുഷ്യരാണ്. പക്ഷേ മൂപ്പര് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവില്ല. എൻ്റെ കുട്ടിക്ക് എൻ്റെ സ്കൂളിൽ പോയിട്ട് എൻ്റെ പപ്പ അടിപൊളിയാണ് ഇത് പറയാൻ പറ്റിയിട്ടൊക്കെ വലിയ സംഭവമായിരിക്കും. അത് എന്തായാലും അഹങ്കാരമല്ലേ, സ്വാർത്ഥത, അതായത് സംഭവമായിക്കോട്ടെ. അത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ മറ്റുള്ളവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി കൊണ്ടുവരുന്ന എനിക്ക് ആഗ്രഹമുണ്ട് ഗൈസ്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്കുകളൊക്കെ ആ ഒരു സാധനം ഉണ്ട് വിചാരിക്കുന്നു. ഞാൻ ചെയ്യുന്ന യൂട്യൂബ് വീഡിയോസിലൊക്കെ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു സാധനം ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ചെയ്യുന്നത്. അതില്ലാന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ പരിപാടികളൊക്കെ നിർത്തുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ യൂട്യൂബ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ₹1 ഒന്ന് ഡൊണേറ്റ് ചെയ്ത് തന്നാൽ അടിപൊളിയായിരിക്കും ഗൈസ്. നമ്മുടെ വ്യൂസൊക്കെ വളരെ കുറവാണ്. പോസിറ്റീവായ സാധനങ്ങൾ ഇവിടെ ആർക്കൊന്നും വേണ്ട. പിന്നെ നമ്മൾ വേറെ വിഷയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് ആളുകൾ അടിപൊളിയാണ് അങ്ങനെ ഇങ്ങനെ. പക്ഷേ നമ്മൾ എന്താ വെച്ചാൽ പേഴ്സണൽ ലൈഫ് സംസാരിക്കുമ്പോൾ ആളുകൾക്ക് ക്രിഞ്ച് അടിക്കണം. നമ്മൾ ഈ ക്രിഞ്ച് ലൈഫാണ് പേഴ്സണലി ജീവിച്ചുകൊണ്ടിരിക്കണത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ വേറെ ആൾക്കാരുണ്ടാക്കി വെച്ച സാധനങ്ങളൊന്നുമില്ല. നമ്മൾ പലതും ഒഴിവാക്കിയിട്ട് കൂടിയാണ് ഒരു സേഫ് സാധനത്തത് ചാട്ടിയിട്ടാണ് നമ്മൾ കഞ്ചിക്കാലിട്ട് അടിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ സാധനങ്ങൾ ആർക്കെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഇതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത കുറേ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും കാണലുണ്ട്. പലപ്പോഴും പല വീഡിയോസിന് താഴെ വന്നിട്ട് ആളുകൾ ഞാൻ പറയുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വജ്രമാണ് ഞാൻ. എനിക്കെന്ന് വെച്ചാൽ അത്ര വലിയ പ്രശ്നങ്ങൾ മൊത്തം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഞാൻ ഇപ്പം അനുഭവിക്കുന്ന കുഞ്ഞ് സാധനം ഉണ്ടല്ലോ, ഞാൻ ചില സമയത്ത് കേടി എൻ്റെ ലൈഫിൻ്റെ വിലയാണിത് എന്ന്. അതായത് നമുക്ക് ₹1 എടുക്കാനില്ലാത്ത സമയങ്ങളുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് ഇപ്പുറത്ത് നമ്മൾ കുറേ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇത് ആളുകളിലേക്ക് എത്തിക്കാവുന്നൊരു സാധനമാണ്. പക്ഷേ എത്തിക്കാൻ പറ്റാണ്ട് ഇരിക്കുന്ന ഒരു സാധനമല്ലേ. അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇങ്ങോട്ട് പറയാം, ഇപ്പോൾ നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം. ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു വിശന്ന് ചാവാറായിട്ട് നമ്മൾ വിചാരിക്കും. ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ പോയിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫുഡ് ഉണ്ടാക്കിയിട്ട് ആ കഴിക്കുന്ന സമയത്ത് നമ്മളാണ് ചത്തുപോയി എന്താ ചെയ്യുക? ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ ചത്തുപോകരുത്. അതിന് മുമ്പ് ചത്തുപോകരുത്. നമ്മൾ ഫുഡ് ഇതുവരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ അത് കഴിക്കുക എന്നുള്ള സാധനമാണ്. പക്ഷേ കഴിക്കണമെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ജീവൻ വേണം. ആ ജീവന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് ഗൈസ്. പിന്നെ വേറെ കാര്യം, യൂട്യൂബിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്യാമറയായിട്ട് കിടക്കുകയാണെങ്കിൽ വീഡിയോ ചെയ്യുക എന്നുള്ളതാണ്. വീഡിയോ ചെയ്യുക. അറ്റ്ലീസ്റ്റ് കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് തിരിഞ്ഞു നോക്കേണ്ട സമയത്ത് നമുക്ക് പറയാമല്ലോ നമ്മൾ ഈ വഴി കൂടെ വന്നത്. ആരെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യണം, ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ആയിരിക്കും, എന്തെങ്കിലും സംഭവിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഞാനൊക്കെ കുറേ മോട്ടിവേഷൻ ക്ലാസ്സുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ എടുത്തുള്ള മനുഷ്യർ. അപ്പോൾ ജീവിതത്തിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ മറ്റുള്ളവരെ വേണ്ട അവസ്ഥയാണ്. അപ്പോൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എത്ര വണ്ടികളെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോഴേക്കും ആൾക്കാർ തലങ്ങി വരും പോയിട്ടുണ്ട്. ഇവിടെ ഫോട്ടോഷൂട്ടും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കും. കാരണം എന്തെങ്കിൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോക്കസ് മാറിയിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഭക്ഷണം ഉണ്ടാക്കി വെച്ച് നമുക്ക് കഴിക്കാമെന്ന് മാത്രമല്ല, ആർക്കും കിട്ടാത്തൊരു ഫുഡായിരിക്കും ചിലപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അത് ഒരാളുടെ ജീവിതത്തെ തന്നെ മാറ്റി മറിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് അത് കൊടുക്കണമെങ്കിലും നമ്മൾ ആ ഫുഡ് എന്ത് ചെയ്യണം, ആ സാധനം ചിലപ്പോൾ കുറച്ച് സാധനങ്ങളുമായിട്ട് മിക്സ് ആയിട്ടുണ്ടെങ്കിലാണ് ആ സാധനം ക്വാളിറ്റി ഉള്ളൊരു സംഗതിയായിട്ട് മാറുള്ളൂ. അപ്പോൾ ആ ഫുഡ് തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ ആളുകളുടെ ലൈഫുണ്ടാവും. അങ്ങനെ ചുമ്മാ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഫുഡാവില്ല അത്. അങ്ങനെയുള്ള എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ഫുഡല്ല നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് നിൽക്കുന്നത് ഗൈസ്. എന്താണ് വിശ്വാസം അതല്ലേ അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്, അത് എനിക്ക് പലപ്പോഴും ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ വരുന്ന കമൻറ്റുകളായിട്ടും എന്നോട് ഇടപെടുന്ന ആളുകൾ ക്വാളിറ്റി
ഉള്ള ആളുകളാണ് എന്നോട് ഇടപെടുന്നുള്ളൊരു സാധനമൊക്കെ ഇന്ന് എനിക്ക് മനസ്സിലായത് ഐ എം സംതിങ് ഡിഫറെൻറ്റ്. ഞാൻ ചെറുപ്പം മുതൽ കേൾക്കുന്നതാണ് യു ആർ സംതിങ് ഡിഫറെൻറ്റ്. എൻ്റെ ടീച്ചറൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര സേഫ്റ്റി സാധനമൊക്കെ വിട്ടിട്ടാണ് ഇറങ്ങണത്, ശ്രദ്ധിച്ചോ, പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഭാവിയിൽ. അതായത് ഒരു എൻ്റർപ്രണർ ലെവലിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ടാകുന്നതാണ് കേസ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ പുസ്തകങ്ങൾ, എൻ്റെ യുണീക്കായിട്ടുള്ള പുസ്തകങ്ങൾ, ക്രാഫ്റ്റ് ഐറ്റംസ്, അതേപോലെ തന്നെ എൻ്റെ ലൈഫ് ഇതൊക്കെ ഷോക്കേസ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത് ഗൈസ്. അതേപോലെ ജീവിക്കണമെങ്കിൽ പൈസ വേണമല്ലോ, പൈസ ഉണ്ടാക്കണം. അപ്പോൾ നമ്മളൊരു നാട്ടിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ വലിയ ആഗ്രഹം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ, ഒരാളുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ അത്യാവശ്യം സക്സസ്ഫുൾ ആയിരിക്കണം. അല്ലാണ്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് എങ്ങനെ സക്സസ്ഫുൾ ആവാം, അങ്ങനെ വന്നിട്ട് എൻ്റെ ജീവിതം തന്നെ മുഞ്ചി പോയി തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ എന്താ ചെയ്യുക ഗൈസ്? പിന്നെ ഈ കാശ് ഉള്ളവന് പലതും പറയുക കാശിൻ്റെ ഒന്നും വില ഇല്ലാന്ന്, കാശ് കൊണ്ടൊന്നും കാര്യമില്ലാന്ന്. കാശ് കൊണ്ട് കാര്യമുണ്ട് ഗൈസ്. ഈ ജീവിതത്തിൽ കാശില്ലെങ്കിൽ ഒരു പട്ടിടിയും വില ഉണ്ടാവില്ല. അതേപോലെ നമുക്കൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ വെറുതെ ഒന്നും ഒരുത്തൻ ഒരു കാര്യം ചെയ്തു തരൂല. ഇനി അഥവാ അങ്ങനെ കിട്ടുകയാണെങ്കിലും അതിൻ്റെ ഇടയിൽ പലരും നമ്മളെ മുതലെടുക്കും. പിന്നെ ഇന്നത്തെ ഒരു നശിച്ച കാലഘട്ടത്തിൽ, കലികാലത്തിൽ ഒരു പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകൾ, അങ്ങനെ രീതിയിൽ ഇടപെടുന്ന ആളുകളുടെ എണ്ണമൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതിൻ്റെ ഭാഗമായി തീരണം എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് ജീവിക്കണമല്ലോ. അപ്പം എന്തായാലും അതേപോലെ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂല എന്ന്, പല കാര്യങ്ങളും ചെയ്യാൻ പറ്റൂല എന്നൊക്കെ വിചാരിച്ച കുറേ ആളുകളില്ലേ. അപ്പോൾ അവരുടെ മുന്നിൽ ഇതാ ഞാനത് ചെയ്തിട്ടുണ്ട്, ഇതാണ് സാധനം എന്നൊക്കെ ഒരു സംഗതി ഉണ്ടല്ലോ. അതിപ്പോൾ അങ്ങനൊരു സാധനമുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ വളരെ ഡിസ്കണക്റ്റഡ് ആയിട്ടാണ് പലതും പറയുന്നത്. അപ്പോൾ ഇത് എനിക്ക് കിട്ടുന്ന സമയം കൊണ്ട്, കിട്ടുന്ന ഒരു സമാധാനത്തിൽ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാണ് ഗൈസ്. പ്രായോഗികമായ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ സംസാരിക്കുമ്പോഴും എൻ്റെ ലൈഫിലും കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ ഞാൻ കുറേ കാലങ്ങളായിട്ട് ചിന്തിച്ച് കൂട്ടിയ, അല്ലെങ്കിൽ പണിയെടുത്ത് ഉറക്കമൊഴിച്ച് ടെൻഷൻ അടിച്ച് ആക്കിയിട്ടുള്ളൊരു സാധനമുണ്ട് ഗൈസ്. അപ്പോൾ ഒറ്റയ്ക്ക് വണ്ടി തള്ളി നിൽക്കുമ്പോഴേ ഭയങ്കര വിഷയമാണത്. അതിനുള്ള ഊർജ്ജമില്ല, അതാണ് കാര്യം. എന്നാലും മുന്നോട്ട് പോകാമെന്നാണ് അതിൻ്റെ കാര്യം. നമ്മൾ പറയില്ലേ, നമ്മൾ ഡോണ്ട് ഗിവ് അപ്പ് ഓൺ യുവർ ഡ്രീംസ്. ഞാൻ 2 ദിവസം മുമ്പ് കണ്ടിട്ടുള്ളൊരു വീഡിയോയിൽ പറഞ്ഞു, ഡോണ്ട് ഗിവ് അപ്പ് ഓൺ യുവർ ഡ്രീംസ്. എത്രയോ വർഷങ്ങൾ, എത്രയോ രാത്രികൾ ടെൻഷൻ അടിച്ചിട്ട് ഉറക്കമില്ലാണ്ട് നമ്മളിതിൻ്റെ പിന്നാലെ നടന്നല്ലേ. അവസാന സമയത്ത് ഇനി ഇത് വിട്ടുപോകാൻ പറ്റൂല. അപ്പോൾ വീണു വരുത് ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇഫ് യു ലൈക്ക് മൈ കണ്ടൻറ്റ്, ഇഫ് യു കണക്റ്റ് എന്തെങ്കിലും ഒരു രീതിയിലാണെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ പറയുന്ന ആശയങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഹാപ്പി. സോ അതാണ് ഗൈസ്. എന്തായാലും സെപ്റ്റംബർ 21 എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ഇൻകം വരും. അപ്പോൾ യൂട്യൂബിൽ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഞാനിതാ ഈ ഒരു സാധനം കണ്ടോ, ഈ ഒരു ഇത് ഞാൻ നട്ട വിത്ത് മുളച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റും. സെപ്റ്റംബർ 21 to 26 ഡേറ്റിലാണ് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ഇൻകം വരിക. അതേപോലെ തന്നെ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ്, അത് കുറച്ച് ആളുകളിലേക്ക് ഇതിന് എനിക്കൊരു വെറുതെ കുറച്ച് സെയിലായി കണ്ടോ, ഇത് നടക്കൂല എന്ന് പറഞ്ഞ ആളുകളുടെ മുന്നിൽ ഇങ്ങനൊരു സാധനം ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ലൈഫിൽ ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ളൊരു ഇതും കൂടി ആയിരിക്കും. അപ്പോൾ ഞാൻ വഴി വെട്ടി കാണിച്ചിട്ടുണ്ട് ആ ഒരു സാധനം. അത് സ്വയം പ്രൂവ് ചെയ്യാനും മറ്റുള്ളവരോട് ഇത് നടക്കൂല എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഇത് നടക്കും എന്നുള്ളത് കാണിച്ചു കൊടുക്കാനുള്ള ഒരു സാധനം കൂടിയാണ് ഗൈസ്. അതേപോലെ തന്നെ വേറെന്താ സാധനം, ബുക്ക് എഴുതിയിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. ബുക്ക് എഴുതിയിട്ട് ജീവിക്കാൻ പറ്റും, പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ സാധനം എഴുതി അവതരിപ്പിക്കുകയും ചെയ്ത ആൾക്ക് മനസ്സിലാവും. പക്ഷേ അങ്ങനെ അല്ലാണ്ട് നമുക്ക് വളരെ യുണീക്കായി ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ആളുകളെ വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കാൻ പറ്റുന്ന, ഒരു ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുള്ളൊരു തെളിവാണ് എൻ്റെ ബുക്ക്. അപ്പോൾ എനിക്കത് വിടാൻ പറ്റില്ല, അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള സാധനം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. കുറേ പ്ലാൻസും പരിപാടികൾക്ക് എൻ്റെ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുണ്ടാവും എന്താണ് എൻ്റെ പ്ലാനുകൾ, ഞാൻ എവിടുന്നാണ് വന്നത്, എവിടുന്നാണ് എങ്ങനെയാണ് പോയോണ്ടിരിക്കണത് എന്നൊക്കെ. അപ്പോൾ ഗായ്സ്, എന്തായാലും 1 മാസത്തിനുള്ളിൽ എൻ്റെ ലൈഫ് മൊത്തം സെറ്റാക്കണം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1 മാസം 30 ഡേ ചലഞ്ചാണ് ഗൈസ്. 30 ഡേയ്സ് ചലഞ്ച് പറ്റുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ കൂടെ നിൽക്കുക. ഐ വിൽ ബി റീപേയിങ് സംതിങ് ഗ്രേറ്റർ ദാറ്റ് മണി കനോട്ട് ബൈ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഒക്കെ വെച്ചിട്ട് അവരെ പേര് മെൻഷൻ ചെയ്തിട്ട് അവരെങ്ങനെ എന്നെ സ്വാധീനിച്ചു, എങ്ങനെ എന്നോട് ഇടപെട്ടു, കൂടുതലും പോസിറ്റീവായിട്ട് എങ്ങനെ ഇടപെട്ടുന്ന ആളുകളെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യേണ്ടാവും. ഞാൻ നെഗറ്റീവായിട്ട് ആരെങ്കിലും എന്നോട് എങ്ങനെയെങ്കിലും ഇടപെടും. കുറേ അനുഭവങ്ങളുണ്ട്, ദൂരാനുഭവങ്ങൾ. എൻ്റെ മോനെ ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യൂല, തിരിച്ചു വിളിക്കൂല. അതേപോലെ തന്നെ നമ്മളെക്കുറിച്ച് ഇപ്പുറത്ത് പല രീതിയിലും അവൻ നശിച്ചുപോയി, കണ്ടില്ലേ എന്ത് അഹങ്കാരമായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയുന്ന ആളുകൾ, ഗോസിപ്പ് പറയുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ എന്നെ പോസിറ്റീവായി സ്വാധീനിച്ച ആളുകളെ കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഗൈസ്. ഒരു ഓർമ്മക്കുറിപ്പൊക്കെ സംഭവങ്ങൾ പോലെയൊക്കെ